ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, ഇത് നോക്കൂ, ഇതൊരു ക്രൗഡ്, ഇപ്പോൾ ഇവരിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അങ്ങും കേട്ടതാണല്ലോ, ക്രൗഡ് ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു വേർഷനാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ചർച്ചയാണ്. സെന്തിൽ വേൽ പറഞ്ഞത് ഇതിലെ എന്ത് തരത്തിലുള്ള ഒരു പെർസ്പെക്ഷനാണ് ഇപ്പോൾ ഈ വിജയെക്കുറിച്ച് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് ഡോക്ടർ രഘുപതിയും നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്സിലേക്ക് തങ്ങൾ വിജയിച്ച് മുമ്പിൽ നിൽക്കുന്നു, തങ്ങൾക്കാണ് ശക്തി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ക്രൗഡിനെ ഉപയോഗിച്ചതാണ് കണ്ടത്. അത് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയം നോക്കാതെയൊക്കെ ഡിസാസ്റ്റർ എങ്ങനെയാണ് ഇവിടെ വിലയിരുത്തുക? ഇവിടെ രാഷ്ട്രീയം പരിശോധിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ക്രൗഡിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, നമ്മൾക്കും അനുഭവങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലും പല അനുഭവങ്ങളുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് കമ്പയർ ചെയ്യാവുന്ന, പ്രൊഫസർ രഘുപതി അത് വ്യക്തമായി പറഞ്ഞു, ഒരു ഇമ്മച്യൂരിറ്റിയുടെ എലമെൻ്റ് ഉണ്ട്. നമ്മളുടെ നാട്ടിൽ വളരെ, ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ അതിൽ, അല്ലെങ്കിൽ ശ്രീ സെന്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കലൈഞ്ഞരെ കണ്ടാലും, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച ആളാണ്, കലൈഞ്ഞരെയും ജയലളിതയും നേരിട്ട് കാണാനും വളരെ അടുത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇവരുടെയൊക്കെ ഒരു അനുഭവം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ വലിയ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്ന ഒരു അനുഭവ സമ്പത്തുള്ളവരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേക്ക് നമ്മൾക്ക് കേരളത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു വേദിയിൽ കുറച്ച് ആളുകളെ ശകാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കേരളം മുഴുവൻ അത് അദ്ദേഹത്തിനെ മലൈൻ ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ ഞങ്ങളെപ്പോലെ ഈ ക്രൗഡിനെ പരിശോധിക്കുന്ന, അതിനെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു അനുഭവ പാഠമാണ് നൽകിയത്. എന്തുകൊണ്ടാണ് ഒരു മുതിർന്ന നേതാവ് സമൂഹത്തിനെ നിയന്ത്രിക്കേണ്ടുന്നത് എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമായിരുന്നത്. നമ്മൾ പലരും അത് വീഡിയോയിൽ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ വ്യക്തമായി ഇതിങ്ങനെയല്ല, മോബ് മാനിയയും മോബ് സൈക്കോളജിയും ഒരു സ്ഥലത്ത് വളർന്നു വരരുത് എന്ന വ്യക്തമായ നിർദ്ദേശമാണ് അതിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നത്. ഈ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിലായിരിക്കും നമ്മൾ കാണൂ, കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമ്മൾക്ക് ശബരിമലയിൽ വലിയ ഒരു കോൺക്ലേവ് നടക്കുകയുണ്ടായി. ശബരിമലയുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, അതിലേറ്റവും പ്രധാനപ്പെട്ട സെഷൻ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ DGP ആയ ജേക്കബ് പുന്നൂസ് സർ നേരിട്ട് നടത്തുകയുണ്ടായി. എന്താണ് അവിടെ ചർച്ച ചെയ്തത്? ക്രൗഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ എത്ര പേരവിടെ വന്നു എന്നത് ആളുകളെല്ലാം ചർച്ച ചെയ്തപ്പോൾ ആരും തന്നെ അവിടെ സംസാരിച്ച ആ തീമിനെക്കുറിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ശബരിമലയുടെ നമ്മളുടെ ദുരനുഭവങ്ങൾ നമ്മുടെ മുന്നിലില്ലേ? 99-ൽ 54 പേർ, 2011-ൽ 104 പേർ, 2016-ൽ വക്കോളം എത്തി 30 പേരുടെ ഇഞ്ചുറിയിൽ പോയി. നമ്മൾക്ക് പുറ്റിങ്ങലിൻ്റെ അനുഭവമുണ്ട്, ക്യുസാറ്റിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന അനുഭവമുണ്ട്, മലപ്പുറത്തും കോഴിക്കോട് 2022-ൽ നടന്ന ചില ഇവൻറ്റുകളിലെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നത് ശാസ്ത്രീയമായി തന്നെ സമീപിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നത് കണ്ടതുകൊണ്ടാണ് അത്തരം ഒരു സെമിനാർ അവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. ആളെത്ര വന്നു എന്ന ചർച്ചയിലേക്ക് പോയപ്പോൾ ഈ വിഷയം ആരും കണ്ടില്ല. അപ്പോൾ ഇത്തരം സീസൺഡ് പൊളിറ്റീഷ്യൻസിന് ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നറിയാം. 1 ലക്ഷം എന്നതിന് 10 ലക്ഷം 15 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാറാലികൾ ഈ രാജ്യത്തും ഈ കേരളത്തിലും സംഭവിച്ചിട്ടില്ലേ? അപ്പോഴും ക്രൗഡിനെ വ്യക്തമായി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള ആളുകളുണ്ടായി. അത് ചിലത് ആ പാർട്ടികളിൽ തന്നെയുള്ള ആളുകളുടെ ശേഷിയാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, റെഡ് ടീഷർട്ട് ഇട്ട സിവിൽ ഡിഫൻസ് ആപദാമിത്ര വോളണ്ടിയർമാർ കേരളത്തിൽ ഏതാണ്ട് 15,000-ഓളം പേരുണ്ട്. അവർ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിൽ അവരുടെ പരിശീലനം ലഭിച്ച ആളുകളെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ഡിപ്ലോയ് ചെയ്യാറുണ്ട്. അത് മതിയോ എന്ന് ചോദിച്ചാൽ സർക്കാരോ ഓർഗനൈസേഴ്സോ വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടെ ചെല്ലുന്ന ജനതയും ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കണം. അവിടെ പ്രൊഫസർ രഘുപതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അൺറൂളി ക്രൗഡ്, ആ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനായി വരുന്ന ആളുകൾ അവിടെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. എന്താണ് ഒരു രാഷ്ട്രീയ ചർച്ച അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനേക്കാൾ ആഘോഷത്തിൻ്റെ മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയും ഇതേ ഡിലേ, സമയക്ലിപ്തത പാലിക്കാതിരുന്നത് കൊണ്ടുണ്ടായ ഒരു അവിടെ വന്നു ചേർന്നിട്ടുള്ള ഫറ്റീഗ്, അവരുടെ അസ്വസ്ഥത, അതും അവിടുത്തെ ചൂട്, ഇതെല്ലാം ഘടകങ്ങളാണ്.
ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് പദ്ധതികൾ തയ്യാറാക്കി യെസ് ഇത്തരം ഇവൻറ്റുകൾ നടത്തേണ്ടുന്നത്. യെസ്